ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ കേരളം പിറകോട്ട് പോയതിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്ന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 ഡിസംബർ 11 എല്ലാ അസോസിയേഷനുകളുടെയും യോഗം വിളിച്ചു ചേർത്ത് ദേശീയ ഗെയിംസിനായി ഒരുങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ താരങ്ങൾക്കും പരിശീലനത്തിനായി ഭക്ഷണത്തിന് 500, താമസത്തിന് 300 അടക്കം 800 രൂപ വീതം നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ആരോപണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കുന്നതെന്ന് അറിയില്ലെന്ന് യു ഷറഫ് അലി വ്യക്തമാക്കി. ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായിരുന്നു. എന്നാൽ ഇത്തവണ കളരിപ്പയറ്റിനെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി. വിഷയത്തിൽ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചിട്ടും മത്സര ഇനമാക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തയ്യാറായില്ല. കളരിപ്പയറ്റിൽ കേരളത്തിന് കൂടുതൽ മെഡൽ ലഭിക്കുന്ന ഇനമാണ്. ഇത്തവണ കളരിപ്പയറ്റിന് അവസരം നിഷേധിച്ചതോടെ ആകെ മെഡൽ നേട്ടത്തെ ബാധിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ പട്ടികയിൽ പിറകോട്ട് പോയത് ചർച്ച ചെയ്യാനും പരിശോധിക്കാനുമായി ഫെബ്രുവരി 27 സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. യോഗത്തിൽ ദേശീയ ഗെയിംസിൽ ഏതൊക്കെ ഇനങ്ങളിലാണ് താരങ്ങൾ പരാജയപ്പെട്ടതെന്ന കാര്യം ഓരോ അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിലയിരുത്തുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.